ചേച്ചി. എന്താ മോളെ സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? അല്ല, നമ്മളൊരുമിച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയത് നിനക്ക്, അതിനുശേഷം ഫോൺ വിളിയില്ല, ചാറ്റിംഗും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാ. നേരം കിട്ടണില്ലേ ചേച്ചി, ഒന്നിനും നേരം കിട്ടണില്ല. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? സുഖ ചേച്ചി, നല്ല സുഖ. പിന്നെ നല്ല സുഖം. അല്ലെങ്കിൽ നീ ഏത് കട്ടേ കിടന്നും കതിരാവും. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം ചേച്ചി. ഞാൻ ജോലിക്ക് പോണത് ഏട്ടൻ ഇഷ്ടമല്ല. ഞാൻ ജോലിക്ക് പോണോണ്ട് ഏട്ടൻ ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക. നിനക്കെത്ര ശമ്പളം ഉണ്ട്? എനിക്ക് 18,000. ഹലോ. ആ ജോലി എനിക്ക് കിട്ടിയ 1 വർഷം കൊണ്ട് എന്റെ ലോൺ അടച്ചു തീർക്കാം. ആ, ട്യൂഷന് നാളെ മുതൽ വിടാം. ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണല്ലോ. ആ, ഓക്കെ ശരി. വഴിയുണ്ട്. ചേച്ചി എന്താ അവിടെ തന്നെ നിന്ന്? ഏയ് ഒന്നുമില്ല. അല്ലടോ, നിന്റെ ഭർത്താവിന് ഇഷ്ടല്ലേ നീ ജോലിക്ക് പോണത്? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ചേച്ചി നല്ലത്. അതെന്താ? നീ പറയ്, ഓൻ വഴി ഉണ്ടാക്കാൻ പറ്റും. ഞാനും നോക്കട്ടെ. ഞാൻ ജോലിക്ക് പോണത് ഏട്ടനെ തീരെ ഇഷ്ടല്ല. ആഹാ. അതുമാത്രല്ല, ജോലിക്ക് പോയി വീട്ടിലെത്തിയ എന്നും വഴക്ക. എന്നും ചിലപ്പോഴൊക്കെ തോന്നും ജോലി റിസൈൻ ചെയ്താലോന്ന്. ചിലപ്പോ തോന്നും കുറച്ചു ദിവസം മോളെയും കൂട്ടി വീട്ടിൽ പോയി നിന്നാലോന്ന്. പിന്നെ തോന്നും ജീവിതല്ലേ, അതിങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ജീവിതം അങ്ങനെ അല്ലെങ്കിലോ? നിനക്കും എല്ലാരെ പോലെ ജോലി എടുത്ത് ജീവിക്കണ്ട സൂര്യ. അല്ലെങ്കിൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള നീ എന്തിനാ ഭർത്താവിന്റെ ചവിട്ടും തൊഴിയും വഴക്കും കേട്ട് നിൽക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തി വലുതാക്കിയത്, പഠിപ്പിച്ചത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു മഹാറാണിയെ പോലെ ജീവിച്ചേനെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു മഹാറാണിയെ പോലെ ജീവിച്ചേനെ. ഇത് തന്നെ പറ്റിയ സമയം. നിന്റെ ജീവിതത്തിൽ ഇനി അവനില്ല. അവനെ